ഞാനിന്ന് മഞ്ഞൾ നടാനാണ് പോകുന്നത് കേട്ടോ. ഇന്ന് ഇത് മഞ്ഞൾ നടുന്ന രീതി ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. കാരണം ഞാൻ എങ്ങനെ നടണം എന്നുള്ളത് കേട്ടോ. ഇവിടെ ഇപ്പോൾ കറയിട്ട് ഇങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്ത് കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. പുല്ലുകളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ചെയ്യണം. അപ്പോൾ കുഴപ്പമില്ല. പുല്ലുകൾ ഇതിൻ്റെ രണ്ടാമത് ആ പുല്ലുകൾ അതിലേക്ക് കയറി വരും. അപ്പോൾ അതൊക്കെ നിർത്തി ഡീസൻ്റാക്കാം. ഞാനിപ്പോഴേ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മണ്ണെല്ലാം മിക്സ് ചെയ്ത് കുമ്മായവും ചാണപ്പൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ മണ്ണ് വളം ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ നിലത്ത് പാവാണെന്നുണ്ടെങ്കിൽ ഭൂമി ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് നമ്മുടെ കരിയിലും ഒക്കെ പറമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കത്തിച്ച് അതിൻ്റെ ചാരമാക്കി വെക്കുന്നുണ്ട്. കാരണം ചാരം ചാണാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം നമ്മൾ അതും കൂടി ഒന്ന് ചെയ്യുക. ഞാനിതങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മണ്ണിൻ്റെ വളമുള്ളതാണ് അതിൻ്റെ വലിയ ഞാൻ എല്ലാ വളങ്ങളും കൂടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ മഞ്ഞൾ നടാനുള്ള ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മഞ്ഞളിന് എപ്പോഴും നമുക്ക് വേരോട്ടം കിട്ടണം എന്നുണ്ടെങ്കിൽ മണ്ണ് നല്ല നൈസായിട്ടിരിക്കുക, കാര്യങ്ങൾ ചെയ്യുക, കട്ട പിടിക്കാതിരിക്കുക. അപ്പോൾ അത് നമ്മൾ നോക്കാം. അപ്പോൾ കത്തിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കരയിൽ ഇട്ട് കൊടുത്താലും മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതേ കണ്ട കരിയിൽ ഇതൊക്കെ ഞാൻ ഇടുന്നതാണ് കണ്ട ഈ കരിയില. അപ്പോൾ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞ് ഒരു മാസം മോളൊക്കെ പൊന്തിയാല വന്നതിന് ശേഷം വീണ്ടും നമുക്ക് കരയിലിട്ടും കഴിഞ്ഞ് കൊടുത്തും കഴിഞ്ഞിട്ട് മണ്ണിട്ട് മൂടി ചാണപ്പൊടി ചാറും കൂടി മിക്സ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തും കഴിഞ്ഞ് ഒരു മൂടൽ മൂടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മഞ്ഞളിൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. പിന്നെ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ കേടുപാടുകളൊന്നും വരാത്തതാണ്. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നടാനുള്ള കുഴിയെടുത്ത് കൊടുക്കാം. അല്ല ഈ രൂപത്തിൽ കുഴിയാണ്ട് എടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നടാം. മഞ്ഞളെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും ഇല്ലാത്തതല്ലേ. ഇതിപ്പോൾ നമുക്ക് മണ്ണിൽ നടേണ്ട ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു പറമ്പിൽ നടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലാതെ ഗ്രോ ബാഗിൽ വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ നിർത്തിയോളെ ഞാൻ മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അടാ ഇത്ര ഡീസൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലേറെ നമുക്ക് ഉപയോഗിക്കാവുന്ന അത്രയ്ക്കും മഞ്ഞൾ നമുക്ക് കിട്ടും. ഇത്ര സ്ഥലത്തിൽ കിട്ടും കേട്ടോ. എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ ആ മഞ്ഞൾ തന്നെയാണ് വീട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് കുറച്ച് ദിവസം കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. നമുക്ക് ഈ അകലം കണ്ട നിങ്ങൾ ചുരുങ്ങിയത് ഒരു 8 ഇഞ്ച് അകലെങ്കിലും ഓരോ കടക്കി വേണം. ആ കണ്ടീഷനിലുള്ള കുഴികളാണ് ഞാൻ കുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ കൂടി ചെയ്യാം. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾ പറിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഞാൻ മഞ്ഞൾ പറിച്ചപ്പോൾ അന്ന് വിത്തിന് വേണ്ടി നല്ല വിത്ത് നോക്കി മാറ്റി വെച്ചിട്ടുള്ള വിത്താണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് താനെ അവിടെ മുഴുവൻ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാവണ്ട നേരമാവുന്ന സമയത്ത് ഈ ജാതി മുളകൾ വരും കേട്ടോ. അപ്പോൾ ഈ മാസത്തിലാണ് നമ്മൾ നടാറുള്ളത്. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് മുളകൾ വന്നിട്ടുണ്ട്. ഇതാണ്. അപ്പം നമ്മുടെ വിത്തുകളൊക്കെ നമ്മൾ തന്നെ പറിച്ച് നമ്മൾ തന്നെ അന്ന് മാറ്റി വെച്ചിട്ടുള്ള വിത്തുകൾ ഇതേ ഇപ്പോൾ ആ സമയമാകുമ്പോൾ ഈ മുളകൾ വരും. ഈ മുളകൾ വരുമ്പോൾ തന്നെ ഏതാണ്ട് നമ്മുടെ ഒരു മെയ് മാസത്തോട് കൂടിയിട്ട് നമുക്ക് നടേണ്ട പരിവാകുമ്പോഴേക്കും ഈ മുളകളൊക്കെ ഇങ്ങനെ വരും. ഈ മെയ് മാസത്തിൽ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാർച്ച് ഫെബ്രുവരി മാർച്ച് ലാസ്റ്റ് അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുപ്പ് നടത്താനും പറ്റും. അപ്പോൾ ഇലകളൊക്കെ നന്നായിട്ട് പഴുത്ത് ഉണങ്ങിയ മാതിരി വീണ് കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇതിൻ്റെ തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ടൈം ആകുമ്പോൾ നമുക്ക് മഞ്ഞൾ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മണ്ണിളക്കം ഉണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ തന്നെ ഈ മഞ്ഞൾ ഉണ്ടാവും. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വളങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വളങ്ങളെന്ന് വെച്ചാൽ ചാണപ്പൊടിയും ചാരവും നമുക്ക് കൊടുക്കാം. ഇതിങ്ങനെ നടാടാ. അല്ലേ ഈ മുള നിൽക്കുന്നത് കേട്ടാ. ഇങ്ങനെ നട്ട് വെച്ചാൽ മതി.
വിത്ത് നന്നായിട്ടുണ്ടായി കഴിഞ്ഞാൽ നല്ല വിത്തുകൾ ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ഇതിന് നടുമ്പോൾ നമ്മൾ ഓരോ വിത്ത് നട്ടാലും മതി. വലിയതായിട്ട് കഴിഞ്ഞാൽ കടകൾ കൂടുന്നുള്ള പന്താളിച്ച് ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ ഓരോന്ന് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരിക്കും. പിന്നെന്താ മഞ്ഞളിനെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. ആയുർവേദത്തിന് നമ്മുടെ ഇതിനെല്ലാത്തിനും നല്ലതാണ്. എല്ലാവർക്കും അറിയാമല്ലോ മഞ്ഞളത്തിൻ്റെ ഉപയോഗങ്ങൾ. പിന്നെ ഇതിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മഞ്ഞളിന് പെട്ടെന്ന് തന്നെ അങ്ങനെ കേടുപാടുകളും അങ്ങനെ പ്രത്യേകിച്ചൊന്നും വരാറില്ല. അപ്പം അതെ, ഇതാണ് നമ്മുടെ മഞ്ഞൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയിലിട്ട് കഴിഞ്ഞാൽ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, അടിപൊളി. അപ്പോൾ അവിടെ എല്ലാം കീടാണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവും. അതിന് ശേഷം മണ്ണ് ഇളക്കി ഇതേമാതിരി മണ്ണ് ലൂസായിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക. അപ്പം മഞ്ഞൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് പിന്നെ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും നല്ലൊരു സാധനമാണ്. നമുക്ക് കറിയിലേക്കായാലും ആരോഗ്യത്തിനായാലും മുഖത്ത് അരച്ച് പറ്റാനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ പിന്നെ ഇത് കൃഷി സ്ഥലങ്ങൾ കുറവുള്ള ആൾക്കാർക്ക് ഗ്രോ ബാഗിലും നടാൻ പറ്റും. അപ്പോൾ അതും ചെയ്യുക. നല്ല വിത്തുകൾ നോക്കി തന്നെ പാവി എടുക്കാനും ശ്രദ്ധിക്കട്ടെ പ്രത്യേകം. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവും, എന്തായാലും നമ്മൾ സ്റ്റോക്ക് ചെയ്യും. ഇല്ലെങ്കിൽ പുറമേ നിന്ന് ഈ നേരത്തെ പഠിക്കാം, മേടിച്ച് റെഡിയാക്കാം. പിന്നെ നമ്മൾ പറിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല വിത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് നടാൻ പറ്റുന്ന വിത്തുകൾ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെക്കുക. ആ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേകിച്ച് അതിന് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി എടുത്ത് കഴിഞ്ഞിട്ട് മൂടി വെക്കാത്തില്ല, അത് അങ്ങനെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ട് സാധനം മഞ്ഞൾ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നേരാകുമ്പോൾ അതിന് പൊടിപ്പ് വരും. പൊടിപ്പ് വരുന്ന സമയത്താണ് ഞാനെടുത്ത് നടാറുള്ളത്. അപ്പം നമുക്കൊന്ന് മേടിക്കുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് വിത്തെടുത്ത് വെക്കാനും പറ്റേ. അതാണ് നമ്മുടെ മഞ്ഞൾ നട്ട് കഴിയാറായി. ഇപ്പോൾ നട്ട് ഏതാണ്ട് ഇതൊക്കെ ഇതേമാതിരി നട്ട് കഴിഞ്ഞാൽ മഞ്ഞൾ നമുക്ക് എല്ലാവർക്കും നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് ചാരവും വളമായിട്ട് കൊടുക്കാം. ചാരവും ചാണകമാണ് ഏറ്റവും നല്ലത് വളമായിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ മണ്ണ് ലൂസാവാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, ഒന്ന് കരയിൽ ഇടാന്നുണ്ടെങ്കിൽ കരയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്ന അതിൻ്റെ വേരോട്ടം കിട്ടും. അപ്പം നമുക്ക് അതിടാണെങ്കിൽ അത് ഇടാം. ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ ഇടാൻ പോണ സ്ഥലത്ത് കുറച്ച് കരയിലിട്ട് കത്തിച്ച് ചാരമാക്കി വെക്കുക. അതുകൊണ്ട് ഞാൻ കരയിലൊക്കെ എടുത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ കൃഷി ചെയ്യുമ്പോഴും ഞാൻ ഇതേമാതിരി കരകളിങ്ങനെ കൂട്ടിയിട്ടുണ്ടോ അതുകളിങ്ങനെ കത്തിച്ച് കീടാണുക്കളെ നശിപ്പിച്ചിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ പല വീഡിയോയിൽ ഞാനങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഇതിലങ്ങനെ കാണിച്ചില്ല. അപ്പം നമ്മുടെ മഞ്ഞൾ നട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് ഇനി നമുക്ക് ഇത് പൊടിച്ച് വന്ന് ഒരു 1.5 ഇല വന്നതിന് ശേഷം നമ്മൾ ഒരു ചാണപ്പൊടിയും ചാരവും മിക്സ് ചെയ്തിട്ട് കടക്കിയിട്ട് ഒന്നും കൂടി മണ്ണ് ചെത്തി പുല്ലൊക്കെ കളഞ്ഞ് ചെത്തി മൂടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മഞ്ഞളിൻ്റെ ഇല നന്നായിട്ട് ഉണങ്ങി വരുന്ന അടുത്ത മാർച്ച് മാസം ആകുമ്പോഴേക്കും നമുക്ക് പറിക്കേണ്ട വിധത്തിലാവും, നല്ല മഞ്ഞൾ ഉണ്ടാവും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം.